ജീവിക്കുന്ന കർത്താവിൻ്റെ സാക്ഷിയായി അവൻ്റെ വചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുക. ഓരോ നിമിഷവും കർത്താവിനോട് ചേർന്നിരിപ്പാൻ, അവനോട് പറ്റിയിരിപ്പാൻ വേദപുസ്തകത്തിലെ 91 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയോട് പറ്റിയിരുന്നാൽ അവൻ നമ്മളെ വിടുവിക്കും. അവനോട് ചേർന്നിരിക്കുമ്പോൾ ഓരോ ദിവസവും അവന്റെ വിടുതൽ അനുഭവിക്കാൻ, അവന്റെ സന്തോഷം അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അതിപ്രകാരമാണ് വായിക്കുന്നത്: യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. വായിച്ച വേദഭാഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വായിച്ച വേദഭാഗത്തെ നിന്റെ കരങ്ങളിലേക്ക് തരിക. നീ ആ വേദഭാഗത്തെ വാഴ്ത്തി നുറുക്കി അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി ആ വചനത്തെ നീ സമൃദ്ധിയായി വിളമ്പുമാറാകണമേ. ശേഷിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, കൊട്ടകൾ നിറച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ വിളമ്പത്തക്കവണ്ണം ഒരു സമൃദ്ധി ഇന്ന് രാത്രി ശുശ്രൂഷി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. മഹത്വം നീ അവിടെ നിന്ന് എടുത്താട്ടെ. ക്രൂശിന്റെ മറവിൽ നീ മറയ്ക്കണമേ. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആദ്യമായി മറിയോട് ചോദിച്ച ചോദ്യമാണ്: സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? പശ്ചാത്തലം നമുക്കറിയാം. അവന്റെ ശരീരത്തെ ശുശ്രൂഷിക്കേണ്ടതിനായി, യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശേണ്ടതിനായി അതേ മറിയ കല്ലറയ്ക്കൽ കടന്നു വരികയാണ്. കല്ലറയ്ക്കൽ കടന്നു വന്ന മറിയ കർത്താവിനെ അവിടെ കാണുന്നില്ല. ദൂതൻ അവളോട് ചോദിച്ച ചോദ്യമാണ്: സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? നമുക്കറിയാം കർത്താവ് അവളോട് നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുക. കല്ലറയ്ക്കൽ നിന്ന് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവ് അവളോട് ചോദിച്ചു: സ്ത്രീയെ, നീ കരയുന്നത് എന്തിന് എന്ന്. അതേ, കരയുന്ന കണ്ണുനീരിനെ മറികടന്ന് നമ്മുടെ കർത്താവിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കരയുന്നവരെ കണ്ടിട്ട് അവന് മാറി നിൽക്കാൻ കഴിയില്ല. മാർത്തയും മറിയയും കരഞ്ഞു, യേശു അവരോട് ചേർന്ന് കരഞ്ഞു. കരയുന്നവരോടൊപ്പം കരയുന്ന കർത്താവ്, കരയുന്നവരോടൊപ്പം കരയുക മാത്രമല്ല, കരയുന്ന വിഷയത്തിന് പരിഹാരം തരുന്ന കർത്താവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ കരയുന്നവർ ഇതിന് നടുവിലുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, കരയുന്നവരുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ യേശു കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. അവന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടിടയാകുമോ? കരയുന്നത് കണ്ടിട്ട് യേശു നിന്നു, മറിയോട് ചോദിച്ചു: സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലുള്ള സങ്കടങ്ങളുണ്ട്. മക്കളെ കുറിച്ചുള്ള സങ്കടങ്ങളുണ്ട്. മക്കൾ ഇല്ലാത്തത് കൊണ്ട് കരയുന്നവരുണ്ട്, മക്കൾ ഉണ്ടായത് കൊണ്ട് കരയുന്നവരുണ്ട്, കുടുംബ ജീവിതത്തിന്റെ തകർച്ചകളെ ഓർത്ത് കരയുന്നവരുണ്ട്, ജപ്തി നോട്ടീസ് കയ്യിൽ പിടിച്ച് ഹൃദയം പൊട്ടി കരയുന്നവരുണ്ട്. അതേ, ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ വേർപാടിന്റെ ദുഃഖത്തിൽ കരയുന്നവരുണ്ട്. ഒത്തിരി സങ്കടങ്ങളുടെ നടുവിൽ, അതേ, വിവിധങ്ങളായ കാര്യങ്ങളുടെ നടുവിൽ കരയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുക: നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ കരച്ചിലിന്റെ കാരണം പറയാനിടയായാൽ കർത്താവ് ഇന്ന് രാത്രി നമ്മൾ നിൽക്കുന്നിടത്തേക്ക് അവൻ ഇറങ്ങി വരാനായിട്ടിടയാകും. നാം അവനെ തേടിപ്പോയതല്ല, അവൻ നമ്മളെ തേടി വന്ന ദൈവമാണ്. ഇന്ന് രാത്രി നാം കരയുന്ന കണ്ണുനീരിനെ കണ്ടിട്ട് ആരും കാണാതെ രാത്രിയിൽ നാം കിടന്ന് കരയുന്നത് കണ്ടൊരു ദൈവമുണ്ട്. കഥ നമ്മൾ കരയുന്നത് നമ്മുടെ ജീവിത പങ്കാളി കണ്ടിട്ടില്ല, നമ്മുടെ മക്കൾ അത് കണ്ടിട്ടില്ല. എന്നാൽ ആരും കാണാതെ കണ്ണുനീരൊഴുകുന്ന നമ്മുടെ തലയിൽ നനയുമ്പോ ആ കണ്ണുനീരിനെ കണ്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക്, നമ്മുടെ ഏകാന്തതയിലേക്ക് ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തോട് ചേർത്ത് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിലെ പ്രകാരം ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ അതിനുവേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയ ഒരു വ്യക്തിയാണ്
എന്തിനാണ് ഞാൻ എല്ലാം തകർന്നെന്ന് ചിന്തിച്ച് മരിച്ചാ മതി എന്ന് ചിന്തിച്ച് അതേ ജീവിതം നിരാശയുടെ നടുവിലൂടെ കടന്നുപോയപ്പോ ഞാന് ആരും കാണാതെ എന്റെ ഭവനത്തിലൊരു മൂലയിലിരുന്ന് ഒരു മൂങ്ങിയെ പോലെ അത് മൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് എന്റെ യേശു കടന്നു വരാനായിട്ടിടയായി. എന്റെ കണ്ണുനീരിന് അവൻ പരിഹാരം തന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പറയുമ്പോ അത് മറ്റൊരാൾ പ്രസംഗിച്ചു കേട്ട് ഞാൻ പറയുന്നതല്ല, അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഏതെല്ലാം വിഷയത്തിന്റെ നടുവിൽ കരഞ്ഞിട്ടുണ്ടോ അതിന്റെ നടുവിലൊക്കെ എന്റെ ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഒരു വിടുതൽ അനുഭവിക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന് ചോദിക്കുക, നീ എന്തിനാണ് കരയുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉയർച്ചകളെ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാർ മരുഭൂമിയിൽ കരഞ്ഞു, ആരും കാണാതെ. ബേർശേബ മരുഭൂമിയിൽ അവൾ കരഞ്ഞെങ്കിൽ അവളുടെ കണ്ണുനീരിനെ കണ്ടൊരു ദൈവമുണ്ട്. ബാലന്റെ നിലവിളി കേട്ട ഒരു ദൈവമുണ്ട്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന്റെ നടുവിൽ, ചുറ്റും ഏകാന്തതയുടെ നടുവില്, ആരും കാണാനില്ലാതിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവില്, ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോ അവള് അതേ നെടുമ്പാട് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി കരഞ്ഞപ്പോ സ്വർഗം അവളുടെ കരച്ചിലിനെ ശബ്ദം കേൾക്കാനിടയായി. അവളുടെ കണ്ണുനീരിനെ കണ്ടു, ബാലന്റെ നിലവിളി കേട്ടു. കേട്ടതിന് പരിഹാരമായി അവൾക്കും അവളുടെ മകനും വേണ്ടി അത് മരുഭൂമിയിൽ ഒരു നീരുറവ തുറക്കാനിടയായി. ഇന്ന് രാത്രി കരയുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് സർവശക്തനായ ദൈവം ഒരു നീരുറവ തുറക്കാനായിട്ട് പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കണ്ണുനീരോടെ ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് വിഷയം യേശുപ്പന്റെ കരത്തിലേക്ക് കൊടുത്താൽ അതിനകത്തൊരു വിടുതലുണ്ട്. യേശുവും ശിഷ്യന്മാരും ജനക്കൂട്ടം നയീം പട്ടണത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലുമ്പോ ഇതാ നയീം പട്ടണത്തിൽ നിന്ന് ഒരു വിധവ, ഒരു ശവമഞ്ചം, അതിന്റെ പുറകെ കുറെ ദുഃഖിക്കുന്ന കരയുന്ന ചിലര് ആ വിധവയോടൊപ്പം പുറത്തേക്ക് കടന്നു വരികയാണ്. കരയുന്ന ആ വിധവയെ കണ്ടിട്ട് യേശുവിന്റെ മനസ്സലിഞ്ഞു. യേശു ആ മഞ്ചം തൊട്ടു ആ വിധവയുടെ മകനെ മടക്കി കൊടുക്കാനായിട്ടിടയായി. ഇന്ന് കണ്ണുനീരിനെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ എന്തിനാണ് മറിയ കരയുന്നത്? കല്ലറയിൽ വന്നപ്പോ കർത്താവിനെ കാണാനില്ല. അവനെ എവിടെയാണ് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്? അവനെ ശുശ്രൂഷിക്കാനായി കടന്നു വന്നതാണ്. അവളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആരും പരിഗണിക്കാതിരുന്ന സമയത്ത് അതേ 7 ഭൂതങ്ങൾ ബാധിച്ചവളായി, ഭ്രാന്തി എന്ന് മറ്റുള്ളവർ മുദ്രകുത്തി എല്ലാവരാലും തള്ളപ്പെട്ടവളായ മറിയ. പക്ഷെ കർത്താവ് അവളെ കണ്ടു, കർത്താവ് അവളെ സ്നേഹിച്ചു. ആരും കരുതാത്തിടത്ത് കർത്താവ് അവളെ കരുതി. അവളുടെ ജീവിതത്തിലെ അഡ്രസ്സ് മാറി. ജീവിതത്തെ മാറ്റിമറിക്കാൻ സർവശക്തന്റെ സാന്നിധ്യം അവളെ സഹായിച്ചു. ആ സഹായിച്ച കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതിന് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മറിയ കല്ലറയിലേക്ക് കടന്നുപോയതാണ് കർത്താവിനെ കാണേണ്ടതിനായിട്ട്. അവിടെ കടന്നു ചെന്നപ്പോ കർത്താവിനെ കാണാത്തതുകൊണ്ട് അവൾ കരഞ്ഞു. എന്നാൽ കർത്താവ് അവളോട് ചോദിക്കുക, സ്ത്രീയെ നീ കരയുന്നത് എന്തിന്? കർത്താവ് പിതാവായ ദൈവത്തിന്റെ അരികിലേക്ക് അതേ ക്രൂശിലെ കള്ളനും പാതാളപർദീസയിലെ പഴയ നിയമ വിശുദ്ധന്മാരുമായി അതേ പിതാവിന്റെ അരികിലേക്ക് കയറിപ്പോകുമ്പോ അതേ മറിയ കല്ലറയ്ക്കൽ നിന്ന് കരയുന്നത് കണ്ടിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകാതെ മടങ്ങി വന്നിട്ട് അവളോട് ചോദിക്കുക, നീ എന്തിനാണ് കരയുന്നത് എന്ന്. എന്റെ കർത്താവിന് കണ്ണുനീരിനെ മറികടന്നു പോകാൻ കഴിയില്ല. ആരൊക്കെ എപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടോ ആ കരഞ്ഞവരുടെ നടുവില് എന്റെ യേശു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കരയുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹന്നാ ദൈവസന്നിധി കരഞ്ഞു. അവളുടെ സങ്കടം മുഴുവൻ അവൾ ദൈവസന്നിധി പകർന്നു. അവളുടെ ഹൃദയം അവൾ ദൈവസന്നിധി പകർന്നു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി മുഖം കഴുകി. പിന്നെ അവളുടെ മുഖം വാടിയില്ലെന്നാണ് നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഹന്നാ കരഞ്ഞെങ്കിൽ, ഹന്നായി 1-ാം അധ്യായത്തിൽ അവൾ കരഞ്ഞെങ്കിൽ 2-ാം അധ്യായത്തിൽ അവൾക്ക് സന്തോഷിക്കാൻ ഒരു ശമൂവേൽ പ്രവാചകനെ ദൈവം അവൾക്കായി നൽകാൻ
കരയുവാനായിട്ടിടയായി. കരഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ പൈതലേ, നിന്റെ കരച്ചിലിനെ ഉല്ലാസമാക്കി മാറ്റുന്ന ഒരു ദൈവം നമ്മോട് ചേർന്നിരിപ്പുള്ളത് കൊണ്ട് ഏത് വിഷയത്തിന്റെ നടുവിൽ കരയുന്നു? ഇന്ന് എന്നെ ശ്രവിക്കുന്ന മാന്യശ്രോതാവേ, ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. കയ്യിലിരിക്കുന്ന ജപ്തി നോട്ടീസ് യേശുവിന്റെ പാദപീഠത്തിലേക്ക് വെച്ചു കൊടുക്ക. തകർന്നുപോയ കുഞ്ഞിന്റെ കുടുംബജീവിതത്തെ അപ്പന്റെ കരത്തിലേക്കൊന്ന് വെച്ചു കൊടുക്ക കണ്ണുനീരോടുകൂടി. ഹല്ലേലൂയ. അതെ, രോഗങ്ങൾ ഡോക്ടർമാർ കൈവിട്ടിരിക്കാം, ഇനിയൊരു മരുന്നില്ലെന്ന് പറഞ്ഞിരിക്കാം, അസാധ്യമെന്ന് പറഞ്ഞിരിക്കാം. നാളുകളായി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണോ? കണ്ണുനീരോടെ അവന്റെ കരത്തിലേക്ക് ആ രോഗത്തെ വെച്ചു കൊടുക്ക. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. കരയുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു വിടുതലുണ്ടെന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 34-35 വാക്യം വായിക്കുമ്പോ അവിടെ മറ്റൊരു കരച്ചിൽ നമുക്ക് കാണുവാനായി സാധിക്കും. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 8 ശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. അവിടെ എന്തിനാണ് യാക്കോബ് കരഞ്ഞത്? അവന്റെ വസ്ത്രം കീറി അവൻ 8 ശീല ചുറ്റി. അവൻ എന്തിനാണ് ഏറിയ നാൾ ദുഃഖിക്കാനിടയായത്? നമുക്ക് പരിചയമുള്ള കാര്യമാണല്ലോ. തന്റെ മകൻ താൻ ഏറെ സ്നേഹിച്ച, താൻ നിലയങ്കി ഉണ്ടാക്കി കൊടുത്ത തന്റെ മകൻ യാക്കോബ് മരിച്ചുപോയെന്ന് മക്കൾ വന്ന് പറഞ്ഞപ്പോ യാക്കോബ് ഏറെ ദുഃഖിച്ചു. ഏറെക്കാലം അത് തന്റെ മകനെ ജോസഫിനെ കുറിച്ച് ഓർത്ത് യാക്കോബ് കരയാനായിട്ടിടയായി. സത്യമല്ലാത്തൊരു കാര്യമാണ് അത്. ജോസഫ് മരിച്ചിട്ടില്ല. മക്കൾ വന്ന് യാക്കോബിനോട് പറഞ്ഞു, നിന്റെ മകനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറി കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ് അവന്റെ വസ്ത്രം കാണിച്ചു കൊടുത്തപ്പോ അവനിരുന്ന് അവനെ ചൊല്ലി കരയുകയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, അവിടെ 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഉച്ചത്തിലൊരു കരച്ചിൽ കേൾക്കാം. ജോസഫിന്റെ കരച്ചില. മരിച്ചുപോയെന്ന് പറഞ്ഞ സഹോദരങ്ങള് അതെ ജോസഫിന്റെ മുമ്പിൽ വന്നപ്പോ, ജോസഫ് സഹോദരങ്ങളെ കണ്ടപ്പോ അവനവിടെ കരയുന്ന നമുക്ക് കാണുവാനായി സാധിക്കും. അപ്പനോട് കള്ളം പറഞ്ഞവരോട് തന്നെ പറയുകയാണ്. ജോസഫ് പറയുക തന്റെ സഹോദരങ്ങളോട്, മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞ അപ്പനോട് പറഞ്ഞ ആ മക്കളോട് ജോസഫ് പറയുക, നിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തീർന്നു പോയെന്ന് പ്രതീക്ഷിച്ചെടുത്ത്, നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചെടുത്ത് മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബിന്റെ കരച്ചില് അതെ ദൈവം യാക്കോബ് തന്നെ മകനെ ചൊല്ലി കരഞ്ഞെങ്കില് ആ കരച്ചിലിന് ദൈവം മറുപടി കൊടുക്കാനായിട്ടിടയായി. അവന്റെ ജീവിതത്തില് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച ജോസഫിനെ കാണാൻ, ജോസഫിനെ മാത്രമല്ല ജോസഫിന് ദൈവം കൊടുത്ത 2 മക്കളെ കാണാൻ, ആ മക്കളെ കൈവച്ച് അനുഗ്രഹിക്കാൻ യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം കൊടുക്കാനായിട്ടിടയായെങ്കില് ഇന്ന് രാത്രികാലം ഞാൻ ഒരിക്കലും കാണില്ല, ഇനി എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലെന്നോർത്ത് ഭാരത്തോടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തില് അസാധ്യമെന്ന് പറഞ്ഞ വിഷയത്തിന്റെ നടുവില് ഒരത്ഭുതം കാണാൻ പോകുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? 3-ാമത്തെ കരച്ചില് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോ നമുക്കവിടെ കാണുവാനായി സാധിക്കും. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് അതേ പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇവിടെ മൊർദെഖായിയുടെ നിലവിളിയാ. മൊർദെഖായിയുടെ നിലവിളിയിൽ ദൈവമക്കളെ ശൂശൻ പട്ടണം മുഴുവൻ കലങ്ങിപ്പോയി. അവൻ അത്യുച്ചത്തിൽ നിലവിളിക്കാനായിട്ടിടയായി. എന്തിനാണ് മൊർദെഖായി കരഞ്ഞത്? മൊർദെഖായി കരഞ്ഞതിന്റെ കാരണം നമുക്കറിയാമല്ലോ. തന്റെ ജനത്തെ കൊല്ലുവാനായി ഹാമാൻ സമ്മതപത്രം വാങ്ങി. അതേ അഹശ്വേരോശ് രാജാവ് അതിനു മുമ്പ് കൈയൊപ്പ് വെച്ചതറിഞ്ഞ് മൊർദെഖായി അത്യുച്ചത്തിൽ കരയുകയാണ്. തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി മൊർദെഖായി കരയാനായിട്ടിടയായെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോ നമുക്കറിയാനായി സാധിക്കും. ചാരം വാരിയിട്ട തലയില്
ദൈവം കിരീടം വെക്കാനായിട്ടിടയായി. ഹല്ലേലൂയ. ആരവനെ കൊല്ലാൻ പ്ലാനിട്ടോ, ആരവനെ ദുഷിച്ചു പറഞ്ഞു, ആ വാ കൊണ്ട് തന്നെ അവനെ പുകഴ്ച പറയുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമുക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയവർ, നമ്മളെ നിന്ദിച്ചവർ, നമ്മളെ തകർക്കാൻ ശ്രമിച്ചവർ, അവർക്കെതിരെ അവരെ കൊണ്ട് തന്നെ നമ്മളെ മാനിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ ഇപ്രകാരം പറയാനായിട്ട് ആഗ്രഹിക്കുക, എവിടൊക്കെ നാം കയ്പിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ടോ, അതേ ഉറവിൽ മധുരത്തിന്റെ വെള്ളം തരുന്ന, മധുരത്തിന്റെ ഉറവ തുറക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. കയ്പ് കുടിച്ചെടുത്ത് തന്നെ മധുരം തരുന്ന ഒരു ദൈവം. എവിടൊക്കെ നാം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ അവിടൊക്കെ നമ്മളെ മാനപാത്രമാക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടൊക്കെ നാം അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം നമ്മളെ ഉയർത്തുന്ന, ഞെരുക്കിയെടുത്ത് വിശാലത തരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. കുരുടനായ ഭർത്തിയുമായി അവൻ കരയാനായിട്ടിടയായി. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമെന്ന് അവൻ ഉച്ചത്തിൽ കരഞ്ഞപ്പോ മുമ്പോട്ട് പോയ യേശു നിന്നു. അവനോട് കൂടെയുള്ളവരെല്ലാം മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും ഉച്ചത്തിൽ അവൻ നിലവിളിച്ചുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് അതെ അവിടെ ഭർത്തിയുമായി നിലവിളിച്ചപ്പോ യേശു നിന്നു. യേശു നിന്നിട്ട് ഭർത്തിയുമായോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് രാത്രി സർവശക്തനായ ദൈവം നമ്മുടെ പക്കൽ, നമ്മുടെ ചാര നിന്നിട്ട് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? നീ എന്തിനാണ് കരയുന്നത്? മകനെ, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ സങ്കടത്തിന്റെ കാര്യം എന്താണ്? കാര്യം കർത്താവിനോട് പറയണം. ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് പ്രിയ സഹോദര, എന്തിനെ ചൊല്ലി കരയുന്നു? ഏതാണ് വിഷയം? അത് കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനിടയായാൽ കണ്ണുനീരിനെ കാണുമ്പോ കരയുന്ന, കണ്ണുനീരിനെ മറികടക്കാൻ കഴിയാത്ത കർത്താവ് നമ്മളുടെ അരികെ നിന്ന് ആ വിഷയത്തിന് മറുപടി തരാനായിട്ടിടയാകും. എവിടൊക്കെ കരയുന്നുണ്ടോ അവിടൊക്കെ വിടുതലുണ്ട് ദൈവമക്കളെ. കരഞ്ഞവര് മറുപടിയില്ലാതെ പോയിട്ടില്ല. കാരണമില്ലാതെ കരയരുത്. ഹല്ലേലൂയ. ദൈവസന്നിധി കരയണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കരയാനായിട്ടിടയാകരുത്. ദൈവസന്നിധി കരയുമ്പോഴാണ് മറുപടി നമുക്ക് ലഭിക്കാനായിട്ടിടയാകുന്നത്. ഹല്ലേലൂയ. രോഗത്തിന്റെ നടുവില്, തള്ളപ്പെട്ടു പോയ സാഹചര്യത്തിന്റെ നടുവില് ഒറ്റപ്പെട്ടു പോയപ്പോ ബെത്സയിദ കുളക്കരയിൽ കിടന്ന ആ രോഗിയെ കാണുമ്പോൾ നമുക്ക് അറിയാനായി സാധിക്കും. അവൻ ആ കുളക്കരയിൽ കിടക്കുക. അവൻ കർത്താവ് ചെന്നപ്പോ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ കർത്താവിനോട് അവൻ പറഞ്ഞു, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ലെന്നാ പറഞ്ഞത്. അവൻ ചോദിച്ചത് മനസ്സുണ്ടോ എന്നാണ്. പക്ഷെ അവൻ പറഞ്ഞത് എന്നെ ഇതിനകത്ത് ഇറക്കാൻ ആരുമില്ലെന്നാണ്. ആരുമില്ലെന്ന് പറഞ്ഞ അവന്റെ അരികിലേക്ക് യേശു അന്വേഷിച്ച് ചെല്ലാനിടയായി. ഞാനിങ്ങനെ ചിന്തിക്കുക, 38 വർഷമായി അവൻ ആ കുളക്കരയിൽ കിടക്കുക. യേശു കർത്താവ് 33 വർഷമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. അപ്പൊ യേശു കർത്താവ് ജീവിക്കുന്നതിന് 5 വർഷം മുമ്പേ അവൻ ആ കുളക്കരയിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് അവന്റെ പരസ്യ ശുശ്രൂഷയുമായി കടന്നു വന്ന സമയത്ത് അവന് മുമ്പേ കുളക്കരയിൽ കിടന്ന ആ രോഗിയെ തേടി ചെല്ലാനായിട്ടിടയായി. എന്നെ ഇറക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ അവനെ തേടി എന്റെ ദൈവം കടന്നു ചെന്നു. അവന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഏറെ നാളായി അവനെ കുളക്കരയിൽ കിടക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരുമില്ലെന്ന ഭാരത്തോടെ, കണ്ണുനീരോടെ, എനിക്കാരുമില്ലെന്ന സങ്കടത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ബാഹ്യമായ കണ്ണുകളെ ചേർത്തടയ്ക്കാം. ഹൃദയത്തിന്റെ കണ്ണുകൾ ദൈവസന്നിധി തുറക്കാം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. അവൻ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുക, മോനെ, എന്തിനാ നീ കരയുന്നേ? മോളെ, നീ എന്തിനാ കരയുന്നേ? ഇന്ന് നമ്മൾ കരയുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരു മറുപടിയുണ്ട്. നിശ്ചയമായും ഒരു വിടുതല് ഇന്ന് രാത്രിയുണ്ട്. കണ്ണുനീരിനെ മറികടക്കാത്ത സർവശക്തന്റെ കരത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ച്, നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീര് നീ കണ്ടതിനായി സ്തോത്രം. നിന്റെ കൃപ വ്യാപരിച്ചതിനായി സ്തോത്രം. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ഈ ജനത്തെ നീ മുദ്രയിട്ട് അവിടെ കണ്ണുനീരിനെ തുടച്ച് അവിടെ വിഷയങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.